ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരല്പം താമസിച്ചു ഇന്നത്തെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഒരല്പം താമസമായി. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇന്നലെ പഠിച്ച വചനമൊക്കെ ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ച വചനം നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വളരെ സുന്ദരമായൊരു വചനമായിരുന്നു. 54-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട് അനുഭവവേദ്യമാകുന്ന ഒരു വചനമാണ്. ഇന്ന് നാം പഠിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് സിറാഖ്, ചാപ്റ്റർ 28 വേഴ്സ് 6, 28-ാം അധ്യായം 6-ാം വചനമാണ്. വചനം വളരെ സുന്ദരമായ മറ്റൊരു വചനമാണ്. എന്താണെന്ന് അറിയാമോ പറയുന്നത്? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കാക്ഷിക്കുന്നവരെല്ലാവരും അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആവശ്യമാണ്. നമ്മുടെ ജീവിതാന്തമോർത്ത് ഒരുപാട് ആൾക്കാരെ നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ജീവിതാവസാന നാളുകളൊക്കെ എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളൊക്കെ പ്രായമായി നിൽക്കുന്ന സമയമൊക്കെ നോക്കുന്ന ചില സന്ദർഭങ്ങളിൽ സമാധാനമില്ലാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുമുട്ടിയ ഒരുപാട് പേരുണ്ട്. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമാകാമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഒരുപാട് സഹനങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എത്ര സങ്കടമുണ്ടെങ്കിലും, ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരില്ലല്ലോ, സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവവിചാരത്തോടു കൂടി നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമായി, സമാധാനം മനസ്സിൻ്റെ ഉള്ളിൽ അനുഭവിക്കണമെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് നമുക്ക് ആരോടും ശത്രുത ആവശ്യമില്ല. നമ്മുടെ ഒരേ ഒരു ശത്രു പിശാചാണ്. ആ ശത്രുവിനെ മാത്രം നമ്മൾ വെറുത്താൽ മതി. ഈ മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല. മനുഷ്യരെല്ലാം ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അവരെയെല്ലാം മനസ്സോടെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഒരേ ഒരു ശത്രു പിശാചാണ്. അവനാണ് ഇതിൻ്റെ എല്ലാം ആണിക്കല്ല്. അതുകൊണ്ട് അവനെയാണ് നമ്മൾ വെറുക്കേണ്ടത്. ജീവിതാന്തമോർത്ത് നമ്മുടെ ശത്രുത അവസാനിപ്പിക്കുക, എല്ലാവരുടെയും ശത്രുത അവസാനിപ്പിക്കുക. പിന്നെ ഒരു വചനം പറയുകയാണ്, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. നമ്മുടെ വചനം പാലിച്ചാൽ നമ്മുടെ ആ വചനത്തിൻ്റെ ഒരഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയും. അപ്പം നാശം, മരണം, ഈ 2 വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അത് രണ്ടും കൊണ്ടുവരുന്നത് ആരാണ്? പിശാചാണ്. നാശവും മരണവും കൊണ്ടുവരുന്ന പിശാചാണ്. ഒരിക്കലും ദൈവമല്ല നമ്മെ നശിപ്പിക്കുന്നത്, പിശാചാണ്. നാശവും മരണവും ഓർത്ത് കൽപ്പനകൾ, ദൈവവചനം പാലിച്ചാൽ നാശത്തിൽ നിന്നും മരണത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതല്ല, നമ്മുടെ ആത്മീയ മരണമുണ്ട്, അതിൽ നിന്നൊക്കെ മാറ്റപ്പെടുവാനായിട്ട്, മാറി നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. ഒരു സമാധാനത്തിൽ ജീവിക്കാൻ നമ്മെ അനുവദിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹം ലഭിക്കട്ടെ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് കർത്താവിൻ്റെ മുമ്പിൽ എടുത്തു വെച്ച് ഒന്ന് സമാധാനത്തോടു കൂടി, കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിത് സമർപ്പിക്കുന്നു, പ്രാർത്ഥനയോടെ ആ നിയോഗത്തെ സമർപ്പിച്ചാൽ ദൈവം അത് അഭിഷേകമാക്കി മാറ്റും. ഈ വചനത്തോടൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ആമേൻ.